ഓൺലൈൻ സാധനങ്ങൾ ഓർഡർ ചെയ്ത് പണി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ അത് കസ്റ്റമർ കെയറിൽ പരാതിപ്പെട്ടപ്പോൾ അവർ കൈമലർത്തിയിട്ടുണ്ടോ? ഇത്തരത്തിൽ പണി കിട്ടിയ തെലങ്കാനയിലെ ഒരു കസ്റ്റമർ ഫ്ലിപ്കാർട്ടിനെ കോടതിയിൽ കയറ്റിയ കഥയാണ് പറയാൻ പോകുന്നത്. സംഭവം നടക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ദീപാവലി സമയത്താണ്. അപ്പം ഇദ്ദേഹം ഒരു എയർ പ്യൂരിഫയർ ഓർഡർ ചെയ്തു. അപ്പൊ എയർ പ്യൂരിഫയർ ഓർഡർ ചെയ്തതിന് ശേഷം അദ്ദേഹം നൽകിയ വിലയേക്കാൾ തൊട്ട് താഴെയുള്ള മോഡൽ, വില കുറഞ്ഞ മോഡലാണ് ഫ്ലിപ്കാർട്ട് അദ്ദേഹത്തിന് ഡെലിവറി ചെയ്തത്. അപ്പൊ ഇത് അദ്ദേഹം പരാതിപ്പെട്ടെങ്കിലും ഫ്ലിപ്കാർട്ട് അത് ഗൗനിച്ചൊന്നുമില്ല. അപ്പം അദ്ദേഹം ഇത് പരാതിപ്പെട്ടതിന് ശേഷം കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി ഫ്ലിപ്കാർട്ട് വലിയ ചതി ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർഡർ ഡീറ്റെയിൽസിലെല്ലാം കൃത്രിമത്വം നടത്തി അദ്ദേഹത്തെ ചതിക്കുകയാണ് ഉണ്ടായത്. ആ ചതി എന്തെന്നോ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓർഡർ ഹിസ്റ്ററിയിൽ മാറ്റം വരുത്തി വില കൂടിയ സാധനമല്ല അദ്ദേഹം ഓർഡർ ചെയ്തത് വില കുറഞ്ഞ സാധനമാണെന്ന് ഫ്ലിപ്കാർട്ട് വരുത്തി തീർത്തു. പക്ഷെ നമ്മുടെ ആന്ധ്രാക്കാരൻ ചേട്ടൻ വിട്ടില്ല. അദ്ദേഹം ഫ്ലിപ്കാർട്ടുമായി ഉള്ള ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡിങ്, സാധനം ഓർഡർ ചെയ്തതിന്റെ ബില്ലുകൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എന്നിവ തെളിവായി സമർപ്പിച്ച് ആന്ധ്രാപ്രദേശിലുള്ള ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചു. ഫലമോ? കോടതി ഫ്ലിപ്കാർട്ടിന്റെ ചതി മനസ്സിലാക്കുകയും സാധനത്തിന്റെ വിലയും അതിന്റെ 12% പലിശയും ചേർത്ത് പിന്നെ അദ്ദേഹത്തിന് ഇതുമൂലമുണ്ടായ മാനസിക വിഷമവും കണക്കിലെടുത്ത് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി വിധിച്ചു. നിങ്ങൾ ഇത്തരത്തിൽ ബാധിക്കപ്പെട്ടവരാണോ? എങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്കും ഉചിതമായി ഇത്തരത്തിൽ തെളിവുകൾ സംഘടിപ്പിച്ച് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക.